നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഹലോ, യുവാൻമെറ്റാൽക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീട്ടിലെ പ്യൂരിഫൈ ചെയ്യണ മെഷീൻ മേടിച്ചിട്ടുണ്ട്. വാട്ടർ പ്യൂരിഫയർ ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ വീട്ടില് കുടിക്കാനായിട്ട് വെള്ളം ഉപയോഗിക്കുന്നത് 2 സ്രോതസ്സിൽ നിന്നാണ്, ഒന്ന് കുഴൽക്കിണർ, ഒന്ന് കിണർ. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സെഡിമെന്റ്സ് അടിഞ്ഞു കൂടുന്നതായിട്ട് ഇങ്ങനെ കാണാൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോൾ വെള്ളം കുടിക്കുന്നത് നമ്മുടെ കിണറിൽ നിന്നല്ല. പിന്നെ വെള്ളത്തിൽ ഭയങ്കര ഹാർഡാണ് വെള്ളത്തിന്. അതെ, നമ്മൾ ചെക്ക് ചെയ്യാൻ കൊടുത്തപ്പോൾ അതിന്റെ റിസൾട്ടിൻ്റെ അകത്ത് വെള്ളത്തിന് ഇത്തിരി ഹാർഡ്നെസ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റി കിണറിലെ വെള്ളത്തിൽ. അപ്പോൾ അതിന് വാട്ടർ പ്യൂരിഫയർ നമ്മൾ കൊണ്ടുവന്ന് ചേട്ടൻ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ വാട്ടർ പ്യൂരിഫയർ ഒക്കെ ചേട്ടൻ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെ പറ്റി ചേട്ടൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ വാട്ടർ പ്യൂരിഫയറിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടന്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇത് എന്ത് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം ചേട്ടൻ പറഞ്ഞു തരും. അപ്പോൾ ചേട്ടൻ്റെ പേര് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ജെയിംസ്. ഓക്കെ, ജെയിംസ് ചേട്ടൻ്റെ കട എവിടെയായിട്ടാണ്? കട പുതിയകാവ് ഉടുപ്പി ഹോട്ടൽ, മമ്മീസ് ഉടുപ്പി ഹോട്ടലിന്റെ അതേ ബിൽഡിംഗിൽ തന്നെ, എറണാകുളം തൃപ്പൂണിത്തുറ ഏരിയയിലാണ് കട വരുന്നത്. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഞാൻ ഇട്ട് തന്നെ കടയുടെ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ പ്യൂരിഫയർ ചേട്ടൻ ഈ പരിപാടി ചെയ്യാൻ നമുക്ക് എത്ര നാളായി? 10 വർഷത്തോളം. 10 വർഷമായിട്ട് ഈ ഫീൽഡിൽ. അപ്പോൾ ചേട്ടൻ ഇത് മാത്രമാണോ അധികം കടയിൽ വേറെ? ഇത് മാത്രമല്ല, പ്യൂരിഫയർ ഉണ്ട്, ബാറ്ററി ഉണ്ട്, ഇൻവേർട്ടർ, സോളാറിന്റെ പരിപാടി ഉണ്ട്, അതെല്ലാം അങ്ങനെ എല്ലാം കൂടെ കൊടുക്കുന്നു. പിന്നെ നമുക്ക് ബ്രാഞ്ച് അടിമാലി ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്യൂരിഫയറിനെ പറ്റി നമുക്ക് ആദ്യം പറയാം. ഈ പ്യൂരിഫയർ ഇപ്പം നമ്മൾ മേടിച്ചിരിക്കുന്ന ടാറ്റയുടെയാണ്. ഇത് ചെയ്യുന്നതിന് നമ്മൾ പറഞ്ഞിരുന്നു, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻട്രോയുടെ സമയത്ത് തന്നെ പറഞ്ഞിട്ട് നമ്മൾ വാട്ടർ ആദ്യം ചെക്കിങ്ങിന് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണ് ചേട്ടൻ അതിനകത്ത് എന്തൊക്കെ കണ്ടന്റ് ആഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു, ആഡ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ ടാറ്റയുടെ കമ്പനി പോലെ വേറെ കമ്പനി ഉണ്ടാവുമായിരിക്കുമല്ലോ? ഓക്കെ, ഇത് രണ്ടിലും കോസ്റ്റിൽ ഏതാണ് ഈക്വലി കോസ്റ്റ് വരുന്നത് അല്ലേ? കോസ്റ്റ് എത്ര ഞാൻ പറയുന്നില്ല, കാരണം ദിവസം പ്രതി വ്യത്യാസങ്ങൾ വരാം, ഓരോ കടകളിലും വ്യത്യാസം വരാം, നമ്മളത് പറയുന്നില്ല. അപ്പൊ ഈ പ്യൂരിഫയറിനകത്ത് ചേട്ടൻ ആഡ് ചെയ്തിരിക്കുന്ന കണ്ടന്റ് എന്തൊക്കെയാണ്? ഇവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്ത് അയൺ കണ്ടന്റ് കൂടുതലാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്ന വെള്ളത്തിലെ അഴുക്ക്, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മീഡിയാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അയൺ റിമൂവർ, പിന്നെ ട്രീറ്റഡ് കാർബൺ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ സെഡിമെന്റ് അഴുക്കിനെ പിടിക്കാനുള്ള ഇതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ വെള്ളമായിരിക്കില്ല, ചിലപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മൾ എടുക്കുന്ന വെള്ളം ഇതേ വെള്ളമായിരിക്കില്ല, അവിടെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ആ ഒരു വ്യത്യാസത്തിനനുസരിച്ച് ഇത് അവിടെ കൊണ്ടുവച്ച് ചിലപ്പം സക്സസ് ആയിരിക്കില്ല. അപ്പൊ ഓരോ രീതിയിൽ വരുന്ന വെള്ളത്തിന് ഓരോ രീതിയിലാണ് ഇതിനകത്ത് വ്യത്യാസമാണ്. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടില് 2 വെള്ളം നമ്മൾ ടെസ്റ്റിങ് 2 ടൈപ്പായിട്ട് കൊടുത്തു. ഒരു ബോട്ടിലിനകത്ത് നമ്മൾ കൊടുത്തിരുന്നത് കുഴൽക്കിണറിലെ വെള്ളമായിരുന്നു, മറ്റേത് കിണറിലെ വെള്ളം. ഈ 2 ഇടത്തെയും വെള്ളമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. ആ ടെസ്റ്റ് ചെയ്ത് ഈ 2ഉം നമ്മൾ ഒരു ടാങ്കിലായിട്ടാണ് പോകുന്നത്. അപ്പം ഇത് തിരിച്ചു വരുന്ന ഇതിനകത്ത് പൈപ്പിലായിട്ടാണ് കണക്ട്. 2ഉം വരുന്നത് 2 സ്ഥലത്തു നിന്നായതുകൊണ്ട് ഒരേ ടാങ്കിലായിട്ട് പോകുന്നത്. അപ്പോൾ റിട്ടേൺ പോകുന്നിടത്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് ചേട്ടൻ പറഞ്ഞ ഓപ്ഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ടാറ്റയുടെ കമ്പനി, പെൻഡെയർ, ഈ 2 കമ്പനിയാണ് ഇതിന് മെയിൻ ആയിട്ടുള്ളതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് ചേട്ടൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതിപ്പോൾ ഫിൽറ്റർ മോഡലാണ് നിൽക്കുന്നത്. ഇതിനിപ്പോൾ ഈ സിലിണ്ടർ നമുക്ക് ബാക്ക് വാഷ് ചെയ്യണമെങ്കിൽ ഇവിടെ വെള്ളത്തിൻ്റെ പോഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ക്ലോസ് ചെയ്യുക. ഇത് ക്ലോസ് ചെയ്യുന്ന കാര്യം വെച്ചാൽ ഈ വാൽവിന് അധികം പ്രഷർ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്തിരിക്കാവുള്ളൂ. അപ്പോൾ ഈ വാൽവിന് ലൈഫ് കൂടുതലായിരിക്കും. ബാക്ക് വാഷ് ഓപ്ഷനിൽ കൊണ്ടിടുക. എന്നിട്ട് ഇത് ഈ വാട്ടർ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഈ കുറ്റിയിൽ പിടിച്ചേക്കുന്ന അഴുക്ക് കംപ്ലീറ്റ് ഇതിനെ ബാക്ക് വാഷ് ചെയ്ത് പോകും, ഇതിലെ കഴുകിപ്പോവും. എത്ര നാൾ കൂടുമ്പോൾ ബാക്ക് വാഷ് ചെയ്യേണ്ടതുണ്ട് ചേട്ടാ? അതിപ്പോൾ ഓരോ വെള്ളത്തിനനുസരിച്ചിട്ടാണ്. ഇവിടുത്തെ വെള്ളത്തിന് ഇത് വരുമ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയിൽ
ഒരു പ്രാവശ്യം നമുക്ക് ബാക്ക് വാഷ് ചെയ്താൽ മതി. ഇവിടെ അഴുക്ക് തള്ളിപ്പോയിട്ട് ഒരുവിധം നല്ല രീതിയിൽ ഇവിടെ ക്ലിയർ ആവും. ഇവിടുത്തെ അഴുക്ക് ഏകദേശം കംപ്ലീറ്റ് തള്ളിപ്പോയതാണ്. പോയിട്ട് ഇപ്പോൾ ഒരു നല്ല രീതിയിൽ ക്ലിയർ ആയി. ഇനി ഇത് ബാക്ക് വാഷ് ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിനെ നേരെ റിങ്സിൽ കൊണ്ടുവരും. അപ്പോഴും ഇവിടുത്തെ ഈ ഫോഴ്സ്, നമ്മുടെ വെള്ളത്തിൻ്റെ ഫോഴ്സ് ക്ലോസ് ചെയ്യുക, ഇത് പ്രസ് ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസേ തിരിക്കാവുള്ളൂ. തിരിച്ച് റിങ്സിലേക്ക് ഇടുക. ഈ റിങ്സിലേക്ക് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് വാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് വെള്ളം താഴെ നിന്ന് മുകളിലോട്ടാണ് ബാക്ക് വാഷ് വരുന്നത്. റിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സിലിണ്ടറിലെ വെള്ളത്തെ, നമ്മൾ ആ കഴുകിയ വെള്ളം കുറേ ഇതിനകത്ത് കിടപ്പുണ്ടാവും, ഈ വെള്ളത്തെ എടുത്ത് പുറത്ത് കളയുക. അതാണ് റിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം ഇവിടെ നിന്നുള്ള വെള്ളത്തെ മുഴുവൻ ഇതിലെ തള്ളിക്കളയും. ഇവിടെ നല്ല രീതിയിൽ വെള്ളം തള്ളിയും. ഇവിടെ ഇപ്പൊ തന്നെ നമ്മൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. തുടക്കത്തിൽ ചെയ്തത് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് ഭയങ്കര കളർ ചേഞ്ച് ആയിരുന്നു. നല്ല വ്യത്യാസമുണ്ട് വെള്ളത്തിന് ഇപ്പോൾ. അപ്പം നമ്മൾ ഈ മെഷീൻ റിങ്സ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിങ്സിൽ ഈ വെള്ളം നമുക്ക് നല്ല രീതിയിൽ ഇവിടെ തെളിയും. അത് നമുക്ക് നോക്കാം ഇവിടെ തെളിഞ്ഞിട്ടുണ്ടോന്ന്. ഇവിടുത്തെ വെള്ളം ഇപ്പം നല്ല രീതിയിൽ തെളിഞ്ഞിട്ടുണ്ട്. അതിന് ഒരു സെഡിമെന്റും ഇല്ല, ഒന്നുമില്ല. നല്ല രീതിയിൽ നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് വെള്ളം തെളിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട് ചേട്ടാ. അപ്പൊ ഞാൻ കാണിച്ചു, ഈ വെള്ളം നേരിട്ട് കുടിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ? ഈ വെള്ളം നമുക്ക് നേരിട്ട് കുടിക്കാൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഈ വെള്ളം അഴുക്കുള്ള വെള്ളത്തെ നമുക്ക് പക്ക ക്ലിയർ ആക്കി എടുക്കാന്ന് മാത്രമേ ഉള്ളൂ ഈ സിലിണ്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വെള്ളം, പച്ചവെള്ളം കുടിക്കണമെങ്കിൽ കിച്ചണിനകത്തുള്ളിൽ വരുന്ന RO യൂണിറ്റ് ഉണ്ട്. RO സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന വെള്ളത്തെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് കുടിക്കാം. അത് ആ വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാണ്ടിരിക്കുന്ന ഏറ്റവും നല്ലത്. പച്ചവെള്ളം നമുക്ക് കുടിക്കണമെങ്കിൽ RO യൂണിറ്റ് വെച്ചിട്ട് ഈ സിലിണ്ടറിൽ നിന്ന് വരുന്ന വെള്ളത്തെ നമുക്ക് ROയിൽ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വെള്ളം കുടിക്കുന്നുണ്ട്. അത് ബാക്ടീരിയസിനെ എല്ലാം റിമൂവ് ചെയ്തിട്ട് വരുന്ന നല്ല വെള്ളം, പ്യുവറായിട്ട് വരുന്ന വെള്ളം. ഈ സിസ്റ്റം നമുക്ക് വെള്ളത്തെ ക്ലിയർ ആക്കി എടുക്കുക. എത്ര അഴുക്കുള്ള വെള്ളത്തെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഈ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ റിങ്സിലാണ് ഇട്ടത്. ഇനിയിപ്പോൾ നമുക്ക് ലൈനിലേക്ക് ചാർജ് ചെയ്യാം. ഇത് നേരെ ഇപ്പോൾ ഇവിടെ ഈ ടാപ്പ് ക്ലോസ് ചെയ്ത്, ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നേരെ ഇത് ഫിൽറ്റർ മോഡിലേക്ക് ഇടുക. ഫിൽറ്റർ ഈ ഗ്രൂ ഇതിനുള്ളിലോട്ട് ഇറങ്ങി നിൽക്കണം. ഇറങ്ങിയിട്ട് ഈ വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൗസ് ഫുള്ള് ഇത് ചാർജായി. ഇനിയിപ്പോൾ എല്ലാ ലൈനിലും ഇവിടുന്ന് പ്യൂരിഫൈഡ് ആയിട്ടുള്ള വെള്ളമായിരിക്കും അങ്ങോട്ട് ചെല്ലുന്നത്. ഒന്നും ഉണ്ടാവില്ല. ഞാനൊരു കാര്യം, ഇതിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരാം. അത് സാധ്യത കുറവാണ്. പക്ഷെ എങ്കിലും വന്നാൽ പോലും ഈ വാൽവിൽ നമുക്ക് അതിന് ഓപ്ഷൻ ഉണ്ട്. ഈ വാൽവിന്റെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇത് ബൈപാസ് മോഡാണ്. ഈ ഓപ്ഷൻ ഇതിങ്ങനെ ഇവിടെ വാൽവ് ക്ലോസ് ചെയ്യുക, ഇത് പ്രസ് ചെയ്യുക, ആന്റി ക്ലോക്ക് വൈസ് തിരിച്ച് ഈ വെട്ട് ഇതിനുള്ളിലോട്ട് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം ത്രൂ ലൈനിലോട്ടായി, ബൈപ്പാസായി. ഇനി ഈ കുറ്റിയായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഇൻ കേസ് ഈ കുറ്റിക്ക് എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ നമുക്ക് ഈ വെള്ളത്തെ ബൈപ്പാസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ടാപ്പ് അങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇത് ത്രൂ ബൈപ്പാസ്, പ്രശ്നം വരത്തില്ല. പ്രശ്നം ത്രൂ കിട്ടിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ അഴുക്കായ വെള്ളത്തെ നമുക്ക് തള്ളിക്കളയണം. ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് തള്ളിക്കളയാൻ. അതും ഈ വാൽവിൽ തന്നെ സെറ്റ് ഉണ്ട്. ഇവിടെ ഇത് ക്ലോസ് ചെയ്യുക, പ്രസ് ചെയ്യുക, ആന്റി ക്ലോക്ക് വൈസ് ചെയ്തിട്ട് ഈ ഡയറക്ഷനിലേക്ക് ഇടുക. ഈ ഡയറക്ഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടാങ്ക് ത്രൂ വരുന്ന വെള്ളത്തെ നമുക്ക് ഇവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ വെള്ളം തള്ളിപ്പോയി. ടാങ്കിലെ വെള്ളം അഴിച്ച് നമുക്കൊന്ന് ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് കഴുകി കളയണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ കിട്ടിയാൽ കഴുകിപ്പോളും. അപ്പം എല്ലാ ഓപ്ഷനും ഈ വാൽവിൽ തന്നെ ഉണ്ട്. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഈ സിസ്റ്റം ഇപ്പോൾ ഏകദേശം എല്ലാം ഇത് കംപ്ലീറ്റ് ആയത്. അതുപോലെ ഇത് വെക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രത്യേകത, അതെ, ഇത് അധികം ഇതൊരു ഫൈബർ ടാങ്ക് ആണ്. നമുക്ക് ഇതിൽ അധികം സൺലൈറ്റ് കൊള്ളാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതൊരു പഴക്കം വന്നു കഴിഞ്ഞാൽ സൺലൈറ്റ് ത്രൂ കൊണ്ടുകൊണ്ടിരുന്നാൽ ഈ ടാങ്ക് ഹാർഡായി പോകും. ഹാർഡായി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വന്ന് ചെറിയൊരു തട്ട് കിട്ടി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. അപ്പോൾ അതിന് സൺലൈറ്റ് കിട്ടാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു സംവിധാനം കവറിങ് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിന് എത്ര നാളത്തെ വാറണ്ടി പീരീഡ് ഉണ്ട്? ഇതിന് സിലിണ്ടറിന് 5 ഇയർ ഉണ്ട് വാറണ്ടി പീരീഡ് ഉണ്ട്. നമ്മളിതൊന്നും ഒരു എന്തെങ്കിലും വെച്ച് തട്ടാണ്ടിരുന്നാൽ മതി.
തട്ട് കിട്ടി പൊട്ടിയാലേ ഈ സാധനം പൊട്ടുള്ളൂ, അല്ലാണ്ട് ഈ സാധനം പൊട്ടില്ല. ഇത് ലൈഫ് ലോങ് പൊക്കോളും. ഇത് പൊക്കോളും. ചേട്ടന് ഈ 10 വർഷം എക്സ്പീരിയൻസ് ഒന്നുപോലെ ഇന്ന് വരെ ഡാമേജ് വന്നിട്ടില്ല. അല്ലാതെ മറ്റേ ഈ കണക്ഷൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചേട്ടൻ തന്നെ വന്ന് അതായത് അതെല്ലാം ക്ലിയർ ചെയ്തു തരും. എത്ര നാളത്തേക്ക് അങ്ങനെ സർവീസ് ചെയ്യാനായിട്ട്? ഇതിപ്പോ നിങ്ങളെപ്പോ വിളിച്ചാലും നമ്മൾ വന്ന് ചെയ്തു തരും. ഓക്കെ. വെള്ളം നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജെയിംസ് ചേട്ടൻ നമ്മളോട് കുറച്ച് നേരമായിട്ട് ഈ പ്യൂരിഫയറിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളെ പറ്റിയും വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ചേട്ടൻ ഉറപ്പായിട്ടും അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ കട എവിടെയാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, കടയുടെ പേര് പറഞ്ഞിട്ടില്ല. കടയുടെ പേര് റോസ് ബാറ്ററി എന്നാണ് കടയുടെ പേരിട്ടേക്കുന്നത്. തൃപ്പൂണിത്തുറ പുതിയ കാവാണ് ലൊക്കേഷൻ. ഓക്കെ, നമ്മൾ അതിൻ്റെ കടയുടെ ഒരു ഇമേജ് കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും പറഞ്ഞ സമയം സ്പെൻഡ് ചെയ്ത് ചേട്ടന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും നല്ല നല്ല കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ആയിട്ട് ഞങ്ങൾ ആശംസിക്കുന്നു.